ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ആയിക്കോട്ടെ, ഇത് ആയിക്കോട്ടെ. ശരിയല്ല, സമയം തന്നാ പോരെ. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. സമയം തന്നാ പോരെ. ഏതാണ് ശരി തെറ്റ് എന്നുള്ളത് കാണുന്നത്. ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? മുഖ്യമന്ത്രിയുടെ മകൾ എന്നൊരു കപ്പാസിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശ്രീ അരുൺ കുമാർ, പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഒക്കെ ഈ വിധം പണം കിട്ടിയത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് വിളിക്കുന്നതും? ചോദിക്കേ. ഇപ്പോ പ്രതി ചേർക്കപ്പെടുമ്പോ നിങ്ങളുടെ ബോധ്യം എന്താണ്? CPM-ന്റെ ബോധ്യം എന്താണ്? നിരവധി ചർച്ചകളിൽ വന്നിരുന്നു പറഞ്ഞത് ഈ ബജറ്റിൽ കേന്ദ്രത്തോടുള്ള അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര പ്രതിനിധിയും നിർമ്മല സീതാരാമനെ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് കണ്ടപ്പോ എല്ലാ കേസുകളും അങ്ങ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി, സിനിമ പറയുന്നത് പോലെ പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി. അതുകൊണ്ട് ഇതെല്ലാം വലിയ രാഷ്ട്രീയ ധാരണയാണ്, അന്തർധാര സജീവമാണെന്നാണ് ആഴ്ചകളോളം ചർച്ചയിൽ വന്ന് പറഞ്ഞത്. ആണോ? ഭയങ്കര. ഇനിയെങ്കിലും ആഴ്ചകളോളം CPM-നെതിരെ നടത്തിയ ഈ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങിയോ എന്നാ കോൺഗ്രസ് പ്രതിനിധി ഒന്നും പറഞ്ഞാൽ കൊള്ളാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ജ്യോതികുമാർ ചാമക്കാല പറയുമായിരിക്കും, അത് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ താങ്കൾ ഇത് തുടക്കത്തിൽ സൂചിപ്പിച്ചോട് ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുകയാണ്. അന്ന് പിന്നെ എന്തിനാണ് അനൌദ്യോഗിക കൂടിക്കാഴ്ച എന്ന് സർക്കാർ തന്നെ ആ കൂടിക്കാഴ്ച വിശേഷിപ്പിച്ചത്? അതെ, അങ്ങക്ക് മനസ്സിലായല്ലോ. എത്രയോ ചർച്ചകളിൽ വളരെ സ്ഫുടമായി, വളരെ സൗമ്യമായി, നന്നായി മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കടക്കണമെങ്കിൽ ഞാൻ കടക്കാം. പക്ഷെ വിഷയം അതല്ലല്ലോ, ഞാൻ വിശദീകരിക്കാം. 3 വിജിലൻസ് കോടതി, തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ കോടതി പറഞ്ഞു ഒരു തരത്തിലും ഇല്ലീഗൽ ഗെയിൻ ഈ ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ മേടിച്ചതിന് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരു ചെറിയ കേരളത്തിലെ കോടതികളുടെ കാര്യത്തിൽ നടന്നത് തന്നെയാണ്. പക്ഷേ അരുൺകുമാർ, അവിടെ ഈ SFIO പരിഗണിക്കുന്ന വിഷയമായിരുന്നോ കേരളത്തിലെ വിജിലൻസ് കോടതികളുടെ മുന്നിലെത്തിയ പ്രയർ ആവശ്യം? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. റാഷിദെ, ധൃതി പിടിക്കില്ല, ഞാൻ അതിലേക്കാ വന്നെ. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയും പറഞ്ഞത് 2 കമ്പനികൾ തമ്മിലുള്ള സേവനത്തിന്റെ കാര്യത്തിന് ശ്രീ വീണ തൈക്കണ്ടിയെ ചുമതലപ്പെടുത്താൻ കാരണം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗലായി പല ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി, ഒരു സാധാരണ ഓർഡിനറി ലേഡി എന്ന രൂപത്തിലാണെങ്കിൽ വീണ തൈക്കണ്ടിയെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നോ എന്നതാണ് ചോദ്യം. അങ്ങനെയുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു 2 കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയതിന്റെ, ബാങ്ക് ട്രാൻസ്ഫർ നടത്തിയതിന്റെ, നികുതി അടച്ചതിന്റെ, GST അടച്ചതിന്റെ, അതുപോലെ ഓഡിറ്റ് നടത്തിയതിന്റെ, ബാലൻസ് ഷീറ്റ് തുടരുന്നതിന്റെ, ഇതെല്ലാം പരിശോധിക്കുമ്പോഴും ഗവൺമെന്റുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ, ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ഈ CMRL കഴിഞ്ഞിട്ടില്ല. ഭയങ്കരം തന്നെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രേഖയും കേരളത്തിന്റേതല്ല, രാജ്യത്തിന്റെ പൊതുസമൂഹത്തിലില്ല. ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അരുൺകുമാർ, ഈ മാത്യു കുഴൽനാടൻ എന്തിനാണ് കോടതിയിൽ പോയത്? കുഴൽനാടന്റെ പ്രയർ എന്തായിരുന്നു? ഇപ്പൊ SFIO പരിശോധിച്ചത് എന്താണ്? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ അതല്ല ഒന്നാണോ? താങ്കളൊന്ന് സിമ്പിൾ ആയി പറഞ്ഞുതരും. കേരളത്തിലെ വിജിലൻസ് പരിശോധിക്കേണ്ട തക്ക അഴിമതിയുടെ പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കാനുള്ള തെളിവുകൾ ഇപ്പൊ ഈ ഹർജിക്കാരന്റെ സമക്ഷമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ടെക്നിക്കലി ഈ ഹർജി ഭരണഘടനാ കോടതിയെ ഹൈക്കോടതിയിൽ പോലും തള്ളപ്പെടുന്നത് എന്നുള്ളതാണല്ലോ അരുൺകുമാർ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അതിനെതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ അരുൺകുമാർ? താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷണത്തിന് അന്വേഷണം പ്രഖ്യാപിക്കത്തക്ക തെളിവുകൾ ഹർജിക്കാരൻ കോടതിയിൽ വെച്ചിട്ടില്ല, അതല്ലേ അതിന്റെ വാസ്തവം? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തെറ്റാണ്. ഇവിടെ പല രേഖകളും മാത്യു കുഴൽനാടനും കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഹാജരാക്കി.
53 പേജുള്ള ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ തമ്പുരാനറിയാ. കളക്ടറും വിവിധ കോടതികളും അവർക്ക് ഖനനാനുമതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അതിന്റെ സൈഡിൽ കുറിച്ചത് നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കാനാ. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ആയിക്കോട്ടെ, ഞാൻ അതിന്റെ ആഴത്തിലുള്ള പരിശോധനയല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായി കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. നമ്മളിങ്ങനെ വളച്ചു കെട്ടി കൊണ്ടുപോകണ്ട, സ്ട്രെയിറ്റ് ആയി. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം SFIOയുടെ കുറ്റപത്രമാണ്. SFIOയുടെ കുറ്റപത്രത്തിനകത്ത് എന്താണ് പരിശോധിച്ചത് എന്ന് താങ്കൾ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രസക്തമായിരുന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പല ആളുകൾക്കും പണം കൊടുത്ത 180-ലധികം കോടി വരുന്ന ഇടപാടുകളുടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന് SFIO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും വീണ വിജയന്റെ കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നില്ല. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. സാമ്പത്തിക ക്രമക്കേടുകളുടെ പല ലിസ്റ്റ് ഓഫ് കേസുകളുണ്ട്, പല പ്രതിപട്ടികയുണ്ട്. അതിനകത്ത് ഈ എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ കാര്യത്തിലാണ് കർത്തയും വീണ വിജയനും ആ രണ്ട് കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായതുകൊണ്ട് പ്രതിപട്ടികയിൽ വരുന്നത്. ഇത് മറ്റൊരു തലത്തിൽ പരിശോധിക്കപ്പെടുകയാണ് SFIO. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് എന്തിനാണ് കൺഫ്യൂഷൻ ആക്കുന്നത്? ശ്രീ അരുൺകുമാർ, ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ നേടാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഇവിടെ കോൺഗ്രസും BJPയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളടക്കം മനോരമയടക്കം എന്തോ എങ്ങനെ പ്രചരിപ്പിച്ചത്. ശ്രീ അരുൺകുമാർ, ഇപ്പോഴുമുള്ള സമസ്യ പരിഹരിക്കപ്പെടാത്ത ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയല്ലേ? അരുൺകുമാർ, നമ്മൾ ഇത് കുറെ കാലമായി ചർച്ച ചെയ്തു ഈ വിഷയം. താങ്കൾ തന്നെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ നിരന്തരം ഇത് എടുത്ത് ഉപയോഗിക്കുന്നു പറയുന്നു, പ്രതിപക്ഷത്തിനെതിരെ നിങ്ങൾ ആരോപിക്കുന്നു. നിങ്ങൾ തന്നെ പറയണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്താണ് അവിടെ സേവനം? ഇതാ ഇന്ന സേവനത്തിനാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തത്, ആ സേവനം കിട്ടി ബോധിച്ചിട്ടാണ് അവർ ഈ പണം ഞങ്ങൾക്ക് തന്നത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുക അന്തരീക്ഷത്തിൽ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുക എന്നല്ലാതെ സേവനം എന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഈ പറയുന്ന CPM നേതാക്കളിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. താങ്കൾക്ക് ഈ വേദിയിലെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ പറയാം. പല കേസുകളുടെ പശ്ചാത്തലവും തുമ്പും പാലും പറഞ്ഞു പോകുന്നു എന്നല്ലാതെ സ്ട്രൈറ്റ് ടു ദ ആൻസർ അതിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്താണ് സേവനം? നിങ്ങൾക്ക് അറിവുണ്ടോ? നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ, അറിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അറിയില്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ട് ഇന്നതാണ് എന്നെന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഇപ്പൊ പോലും അത് പറഞ്ഞാൽ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഉണ്ടോ? ഉത്തരവുണ്ടോ? അത് താങ്കൾ എത്ര തിരിച്ചു ചോദിച്ചാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FSIO ചോദ്യം ചെയ്തു. 2-3 ഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും ബാക്കി പറ, ഇതിന്റെ മൊഴി കൊടുക്കുമ്പോഴും എല്ലാം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളല്ലല്ലോ നിങ്ങൾ. ഞാൻ പറയട്ടെ, നിങ്ങൾ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു പരിപാടിയെ കുറിച്ചല്ലേ നമ്മൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. CMRL-ന്റെ കാര്യം നമ്മൾ CMRL-നോടല്ലേ ചോദിക്കുക. അതെ അതെ, നിങ്ങൾ വീണ വിജയനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നു ഈ വിഷയത്തിൽ. അപ്പൊ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. ഉണ്ട്, നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ആ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സേവനം? പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതല്ലടാ, ഇനി ഇടപെടരുത്. ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടരുത്. അതായത് ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്. CPM-ന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെയും എന്നിട്ട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ഈ കേസ് ചില ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഓരോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ ചെറുക്കും. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം കമ്പനി പറയും. നിങ്ങൾ എന്താ CMRL-ന്റെ ഒരു പ്രതിനിധിയെ വിളിക്കാത്തത്? വിളിച്ചു ചോദിക്ക്, എന്ത് സേവനമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? എക്സോലോജിക്കിന്റെ പ്രതിനിധിയെ നിങ്ങൾ വിളിക്ക്, എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത്? എന്ത് മൊഴിയാണ് നിങ്ങൾ കൊടുത്തത്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ സെലക്ടീവ് ലീക്കേജ്. സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുന്നു. ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കൈക്കൂലി കൊടുക്കുക. കൈക്കൂലി കൊടുക്കുന്ന ഘട്ടത്തിൽ കൊടുക്കുന്ന, അപ്പൊ ഞാനാണെന്ന് സങ്കല്പിക്കുക, ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അതിനകത്ത് പരാതി ഉണ്ടാകില്ല. കാരണം എന്റെ കാര്യം സാധിച്ചു കിട്ടാനാണ് ഞാൻ ആ കൈക്കൂലി കൊടുക്കുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വാങ്ങുന്ന അയാൾക്ക് പണം ആവശ്യമുണ്ട്, അയാൾ അത് വാങ്ങുന്നു. അപ്പൊ രണ്ടു കൂട്ടർക്കും പരാതിയില്ല. ഇവിടെയും സമാനമായ കാര്യമാണ്. രണ്ടു കൂട്ടർക്കും പരാതിയില്ല. പരാതി ഉള്ളതാണെങ്കിലോ കേസ് അന്വേഷിക്കുന്നതിനെതിരെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അതാണ് സ്ഥിതി. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, ഇവിടെ എന്താണ് പിന്നെ ആ സേവനം? ആ സേവനം എന്നത് നിങ്ങൾ CMRL-നോട് ചോദിക്കൂ എന്നാണ് CPM-ന്റെ നിലപാട്. പക്ഷേ CPM-ന് ഒരു ബോധ്യമുണ്ട്.
ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. CPM-ന് വീണ വിജയൻ കുറ്റവിമുക്തയാണ്, നിരപരാധിയാണ് എന്നൊരു ബോധ്യമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്താണ് ആ സേവനമെന്ന്. പറ്റുന്നില്ല. ആ നിസ്സഹായാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, ചോദിക്കേണ്ടി വരുന്നത്. അരുൺകുമാർ, ഇങ്ങനെ അയച്ച പണം നിങ്ങൾ ഏത് അതോറിറ്റി ചോദിച്ചാലും കാണിച്ചു കൊടുക്കുമോ? ഇത്ര കൊടുത്തു, ഇത്ര കിട്ടിയെന്ന്. ഇത് കൈക്കൂലിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. സത്യസന്ധമായ പണമാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കും, GST അടയ്ക്കും, അപ്പൊ പിന്നെ സേവനം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് തന്നിട്ട് ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇത് ശരിയല്ല. അരുൺകുമാറിന് സമയം തരും, CPM-ന് സമയം തരും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? താങ്കൾക്ക് മറുപടി പറയാൻ സമയം തരും. പക്ഷേ താങ്കൾ ഇതിനെ ടിസ്റ്റ് ചെയ്യിപ്പിക്കും. എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. കൈക്കൂലി എന്ന് ഉദ്ദേശിച്ചത് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ എന്ന് താങ്കൾ ചോദിച്ചപ്പോൾ അതിലേക്ക് വിശദീകരണം തരണമല്ലോ. അതിനെനിക്ക് വിശദീകരണം തന്നില്ലെങ്കിൽ അത് താങ്കൾക്കായിരിക്കും ദോഷം ചെയ്യാം. അതെനിക്ക് വിശദീകരണം തരണം. ആ വിശദീകരണമാണിത്. ആ വിശദീകരണമാണിത്. ഒരാനുകൂല്യം എനിക്ക് വേണ്ട. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. മര്യാദ കാണിക്കണം. ഞാൻ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായ ഉദാഹരണം കൈക്കൂലി എന്ന് പറയുന്നു. അപ്പൊ താങ്കളുടെ വളരെ സമർത്ഥമായ ബുദ്ധിയിൽ അതിനകത്തുള്ള ഒരു കാര്യമാണ് താങ്കൾ മറുവാദമായി ഉന്നയിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വിശദീകരിക്കണമല്ലോ. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എത്രയോ തവണ താങ്കൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ താങ്കൾ പറഞ്ഞതിന് വിപരീതമായ ഒരു വാദം താങ്കൾ പറഞ്ഞു എന്ന പേരിൽ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഇടപെടാറുണ്ട്. അങ്ങനെ ടിസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇടപെട്ടത്. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അങ്ങനെ ഒരു സംഗതിയാണ് ഇവിടെ നടന്നത് എന്നുള്ള ഒരു ആരോപണം നിങ്ങൾ നേരിടുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളിൽ നിന്നുൾപ്പെടെ മറ്റ് നിരീക്ഷകരിൽ നിന്നുൾപ്പെടെ ഈ വിഷയത്തിൽ ആരോപണം നേരിടുന്നുണ്ട്. ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. അപ്പൊ അതൊക്കെ കൂടി പശ്ചാത്തലമായി വരുന്നതാണ്. കൈക്കൂലി ആരും ബാങ്ക് ഇടപാട് വഴി നടത്തില്ല. അതൊക്കെ സാമാന്യ യുക്തിയാണ്. പക്ഷെ ഞാനത് കേൾക്കുന്ന പ്രേക്ഷകന് ഇതിനകത്തുള്ള സിമ്പിളായ ഒരു ലോജിക്ക് മനസ്സിലാൻ വേണ്ടി ഉദാഹരിച്ചതാ. അപ്പൊ അതിനെ അങ്ങനെ കണ്ടാ മതി. ഞാനത് ചോദിക്കരുതായിരുന്നു. എനിക്ക് താങ്കളുടെ സമയം വേണ്ട. താങ്കൾ എനിക്ക് അനുവദിച്ച സമയം, ആ സമയത്തിൽ ഇടപെടാതെ മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഈ ചർച്ചയിൽ അന്തസ്സായിട്ട് തന്നെയാണ് ഓരോ പോയിന്റും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ CPM ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങളത് ഡീൽ ചെയ്യാം. അല്ലല്ല, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.